ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം അന്ന് രാവിലേക്ക് പണികളൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഹാൻഡ് ചോപ്പറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് 1 year ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല യൂസ്ഫുള്ളാണ്. തലേ ദിവസം ഊത്തപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നാടൻ മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാടൻ മുട്ട ഡെയിലി നമ്മൾ ഒരാൾ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആണല്ലോ. നാടൻ മുട്ട ഇല്ലെങ്കിൽ നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഊത്തപ്പത്തിലേക്ക് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചമ്മന്തിയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതിലേക്ക് 2 സവാള, 1 തക്കാളി, ഒരു 4-5 ഉണക്കമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് രാത്രി തന്നെ ഒന്ന് വഴറ്റിയിട്ട് റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വന്നാൽ അത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. രാവിലെ എണീറ്റ് വന്നിട്ട് പ്ലാൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോന്ന് ഒരുക്കി വെക്കാൻ പറ്റുമല്ലോ. പിന്നെ ഊത്തപ്പത്തിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഫില്ലിങ് ഇട്ട് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് തലേ ദിവസം തന്നെ ക്യാരറ്റ്, അതേപോലെ തന്നെ സവാള, പച്ചമുളക്, മല്ലിയില ഒക്കെ നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണിത്. ഫ്രിഡ്ജിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി രാവിലെ ഇതൊന്ന് ഒന്ന് പാനിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. കൂടുതലായിട്ട് വേവിച്ചെടുക്കണ്ട. ഇനി ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ രാവിലെ ചെയ്തു വെക്കാറ്. ഇന്നിപ്പോൾ ഊത്തപ്പമായ കാരണം ഇന്ന് ചോറൊന്നും വെക്കുന്നില്ല. മോൾക്ക് ഊത്തപ്പാണെങ്കിൽ ലഞ്ചിന് ഊത്തപ്പം കൊണ്ടുപോകുന്നത് തന്നെയാണ് ഇഷ്ടം. പിന്നെ മോളുടെ ബസ് 8 മണിയുടെ മുന്നേ വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ 6:30 ആകുമ്പോൾ പോവുകയും ചെയ്യും. 6:30. അപ്പോൾ ആ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത്. തലേ ദിവസം തന്നെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ കിച്ചണിലേക്ക് വന്നാൽ ഒരു 6:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കുട്ടികളെ പറഞ്ഞയക്കണം ആ ഒരു തിരക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഊത്തപ്പത്തിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കി തുടങ്ങാം. അതിന് മുന്നേ ഇതിൽ നിന്ന് പകുതി മാവ് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാനുണ്ട് കേട്ടോ. ശരിക്കും ഇഡ്ഡലി മാവായിട്ടാണ് കേട്ടോ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുക. പക്ഷെ ഞാൻ ഇതിൽ 3 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, 1 കപ്പ് ചോറ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇഡ്ഡലിക്ക് നമ്മൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന്, ആ ഒരു കോമ്പിനേഷനല്ലേ, ആ ഒരു ഇതിലാണല്ലോ നമ്മൾ എടുക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്.
രണ്ടാളും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാൾക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഇനി ലഞ്ച് ബോക്സിൽ വെക്കാനുള്ളത് ഉണ്ടാക്കട്ടെ കേട്ടോ. ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉത്തപ്പം ഉണ്ടാക്കുന്ന ദിവസം ഇങ്ങനെയാണ് അപ്പോൾ ലഞ്ച് കൊണ്ടുപോകാറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.